എന്നെ പറ്റി എന്റെ ദാസന്മാർ നബിയെ താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ അവരോട് പറയേണ്ടത് ഫഇന്നീ ഖരീബ്, തീർച്ചയായും ഞാൻ അടുത്തുള്ളവനാണ്, സമീപസ്ഥനാണ്. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. എന്നോട് മാത്രമാണ് തേടുന്നതെങ്കിൽ. പ്രിയപ്പെട്ടവരെ, സൂറത്തു ഖാഫിലൂടെ അല്ലാഹു വിശദീകരിക്കുന്നത് വലഖദ് ഖലഖനൽ ഇൻസാൻ, തീർച്ചയായും നാമാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, മനുഷ്യന്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വരെ നാം അറിയുന്നു. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, അവന്റെ ജീവനാഡിയേക്കാൾ, അവന്റെ കണ്ടനാഡിയേക്കാൾ അവനുമായി ഞാൻ ചേർന്ന് നിൽക്കുന്നവനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ കലാമിലൂടെ അവനെ കുറിച്ച് കൃത്യമായി പരിചയപ്പെടുത്തുകയാണ്. 5 വക്ത് നമസ്കരിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് 17 തവണയാണ് അവൻ പ്രതിജ്ഞ എടുക്കേണ്ടത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ, അല്ലാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായാർത്ഥന നടത്തുകയുള്ളൂ എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് 17 തവണ പടച്ച റബ്ബിന് വാക്ക് കൊടുക്കുന്ന മുസ്ലിമീങ്ങൾക്ക് എങ്ങനെയാണ് മൺമറഞ്ഞു പോയ ഔലിയാക്കന്മാരിലേക്ക്, അമ്പിയാക്കന്മാരിലേക്ക്, ബീവിമാരിലേക്ക്, ജിന്നുകളിലേക്ക്, മലക്കുകളിലേക്ക് എങ്ങനെയാണ് പ്രാർത്ഥനകളെ തിരിച്ചുവിടാൻ കഴിയുക? അള്ളാഹു നമ്മളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കുകയാണ്, പടച്ച റബ്ബേ നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായാർത്ഥന നടത്തുകയുള്ളൂ. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ ഒരിടത്ത് നമ്മൾ ഈ ആദർശം പറഞ്ഞാൽ, ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് തൗഹീദ് ബോധ്യപ്പെടുത്തിയാൽ അവിടെ മറുപടി പറയുകയാണ്. ഒരു വിഭാഗം ഔലിയാക്കന്മാരോടും തങ്ങന്മാരോടും ബീവിമാരോടും ഒക്കെ പ്രാർത്ഥിച്ചാൽ, സഹായാർത്ഥന നടത്തിയാൽ അത് തൗഹീദിന് വിരുദ്ധമല്ല എന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. എന്നിട്ട് ആരോടൊക്കെയാണ് തേടാൻ പറയുന്നത്? മമ്പുറം തങ്ങളോട്, മുനമ്പത്ത് ബീവിയോട്, ഇറാഖിലെ ബാഗ്ദാദ് പട്ടണത്തിൽ അന്ത്യവിശ്രമം കൊണ്ടിരിക്കുന്ന മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുള്ളയോട്, ബദർ രണാങ്കണത്തിൽ തൗഹീദി സംരക്ഷണത്തിന് വേണ്ടി പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങി ഷഹാദത്ത് വരിച്ച സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവരോട് തേടുകയാണ്. ബദരീങ്ങളെ കാക്കണേ, മമ്പുറം തങ്ങളെ രക്ഷിക്കണേ, മുഹ്യിദ്ദീൻ ശൈഖെ കാക്കണേ തുടങ്ങി അല്ലാഹുവല്ലാത്ത അല്ലാഹുവിന്റെ പടപ്പുകളിലേക്ക്, വ്യക്തികളിലേക്ക്, ശക്തികളിലേക്ക് പ്രാർത്ഥനകളെ തിരിച്ചുവിടാൻ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചകൾ, ചിത്രങ്ങൾ നമ്മൾ സമൂഹത്തിൽ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ഞങ്ങളാണ് യഥാർത്ഥ മുജാഹിദുകൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് പുറമെ ഹയ്യും ഹാലിറും ഖാദിറുമായ ജിന്നുകളോട് തേടിയാൽ, സഹായാർത്ഥന നടത്തിയാൽ അത് തൗഹീദിന് വിരുദ്ധമല്ല എന്ന് പച്ച ശിർക്ക് സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയും ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാം. ബാഹ്യമായ ഇസ്ലാമിന്റെ ചില അടയാളങ്ങളും പ്രകടനങ്ങളും ഒക്കെ ഒരുപക്ഷെ ഉണ്ടായേക്കാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പുറത്തു തരികയില്ല എന്ന് പറയുന്ന ഗുരുതരമായ പാതകമായ ഇന്ന ശിർക ലദുൽമുൻ അളീം, ഏറ്റവും വമ്പിച്ച തിന്മയാണ് ശിർക്ക് എന്ന്, ഏറ്റവും വലിയ പാതകമാണ് ശിർക്ക് എന്ന് പരിചയപ്പെടുത്തിയ ആ തിന്മയെ ലാഘവത്തോടെ കാണുകയും ആ തിന്മയെ പ്രോത്സാഹിപ്പിക്കുകയും ആ തിന്മയെ വിമർശിക്കുന്ന ആളുകളെ പരാജയപ്പെടുത്താനുള്ള എല്ലാവിധത്തിലുള്ള കുതന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നഹു മയ്യുശ്രികു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആരാണോ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത് എങ്കിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നും ഫമഅവാഹുൻ നാർ, അവന്റെ സങ്കേതം നരകമാണ് എന്നും കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ മേഖലയിൽ നിന്ന്, തൗഹീദി ആദർശത്തിൽ നിന്ന് ബോധപൂർവം മുവഹിദുകളായ ആളുകളെ വ്യതിചലിപ്പിക്കുവാൻ ധാരാളക്കണക്കിന് സംഘങ്ങൾ ബോധപൂർവമായ ശ്രമങ്ങൾ പ്രിയപ്പെട്ടവരെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ സുന്ദരമായ ആദർശത്തെ നെഞ്ചേറ്റിയ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, തൗഹീദിന്റെ സന്ദേശങ്ങളെ ജനഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വരാനിരിക്കുന്ന ഐതിഹാസികമായ ISM-ന്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത് ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആളുകൾ ഒത്തുകൂടി ഏതാനും പ്രഭാഷണങ്ങൾ കേട്ട് തിരിച്ചു വരിക എന്നതിലുപരിയായിക്കൊണ്ട് ആ സമ്മേളനത്തിന് മുമ്പായി നമ്മുടെ ഓരോരുത്തരുടെയും ശാഖകളിൽ, പ്രദേശങ്ങളിൽ ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ടവരെ സംഘടിപ്പിക്കേണ്ടതുണ്ട്. കൃത്യമായി നമ്മുടെ ചെറുപ്പക്കാരെ ദീനിന്റെ വഴിയിലേക്ക് നാം അടുപ്പിക്കുന്നില്ല എങ്കിൽ, ആ മേഖലയിൽ അവർ ഇല്ലാതെ പോയാൽ അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ വലിയ അനർത്ഥങ്ങൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാരകമായ ലഹരി കടിറ്റാണ് ഇന്ന് വലിയൊരു വിഭാഗം യുവാക്കൾ സമൂഹത്തിൽ നടമാടുന്ന എല്ലാ ജീർണതകളിലും അധാർമിക പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്ന് യുവാക്കളാണ് എന്നുള്ളത് ഖേദകരമായ ഒരവസ്ഥയാണ്. നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ പ്രത്യേകമായ വിചാരണകൾ നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, 4 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരാൾക്കും തന്റെ കാൽപാദം മുന്നോട്ടെടുത്തു വെക്കാൻ കഴിയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
പഠിപ്പിക്കുമ്പോൾ അതിൽ പ്രത്യേകമായ ഒരു അനുഗ്രഹം യുവത്വ കാലഘട്ടത്തെ എന്തിനു വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തിയത് എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാൻ കഴിയാതെ ഒരു കാലടി പോലും മുന്നോട്ടെടുത്തു വെക്കാൻ കഴിയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അനുഗ്രഹങ്ങളുടെ മേഖലകളിൽ വിചാരണ നടത്തുമ്പോൾ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, സഹോദര, നിനക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം തന്നില്ലേ, ഒരു ആരോഗ്യ കാലഘട്ടം നിനക്ക് നൽകിയില്ലേ, എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി എന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ട ഉപ്പമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ യുവാക്കളായ നമ്മുടെ മക്കളോട് നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കൃത്യമായ ചോദ്യമുണ്ടാകുമ്പോ നമ്മുടെ മക്കൾക്ക് എന്ത് ഉത്തരം പറയാൻ കഴിയും എന്ന് നാം ആലോചിക്കേണ്ടതാണ്. നമ്മുടെ മഹല്ലുകളിൽ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസുകളിൽ ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കുറവാണ്. തലമുതിർന്ന തലനിരച്ച കുറച്ച് കാരണവന്മാരും പ്രായമേറിയായ ചില ഉമ്മമാരുമാണ് അധിക ക്ലാസുകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ അവരെക്കാൾ മുൻപന്തിയിൽ അവിടെ വന്നിരിക്കുവാനും അല്ലാഹുവിന്റെ ദീൻ ആഴത്തിൽ പഠിക്കുവാനും ആ സുന്ദരമായ ദീനിനെ കൃത്യമായി പ്രബോധനം ചെയ്യുവാനും ആ തോരത്തിളപ്പിന്റെ പ്രായത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ധാരാളക്കണക്കിന് ചെറുപ്പക്കാർ ഇന്ന് പല മേഖലകളിലുമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെയെങ്കിലും ദീനിന്റെ വഴിയിലേക്ക് നമ്മൾ കൊണ്ടുവരിക. പ്രിയപ്പെട്ടവരെ, ഖുർആൻ ക്ലാസുകളിലേക്ക്, ഖുർആൻ ഹദീസ് ക്ലാസുകളിലേക്ക് കൃത്യമായി നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുക. നമ്മൾ ഇത്തരത്തിലുള്ള ദീനീ സംരംഭങ്ങളിൽ, ദഅവാ പ്രോഗ്രാമുകളിലെ സജീവ പ്രവർത്തകരായി നമ്മുടെ മക്കളെ മാറ്റുക. ഈ മണ്ഡലത്തിൽ എന്നല്ല എല്ലാ മുക്കുമൂലകളിലും ISM, MSM, KNM, MGM വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ ISM-ന്റെ പ്രവർത്തകരാക്കി, നമ്മുടെ മക്കളെ MSM-ന്റെ പ്രവർത്തകരാക്കി പ്രിയപ്പെട്ടവരെ ദീനീ രംഗത്തേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ ഇരു ലോകത്തും ആ മക്കളിലൂടെ സന്തോഷകരമായ വാർത്തകൾ, സന്തോഷകരമായ അനുഭൂതികൾ അനുഭവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ലഭിക്കും. ഇല്ല എങ്കിൽ നമ്മുടെ മക്കളെ ദീനിന്റെ വഴിയിലേക്ക് ബോധപൂർവം കൈപിടിച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എങ്കിൽ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ പ്രിയപ്പെട്ടവരെ ചില മക്കൾ രക്ഷിതാക്കളെ ആവശ്യപ്പെടും, റബ്ബനാ അരിനല്ലദീനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്. അല്ലാഹുവേ, ഞങ്ങളെ വഴികേടിലാക്കിയ മനുഷ്യവർഗത്തിൽപ്പെട്ട ജിന്നുവർഗത്തിൽപ്പെട്ട ആളുകളെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ? എന്തിനാ മാതാപിതാക്കൾ അടക്കമുള്ള ആളുകളെ എന്തിനാ ചോദിക്കുന്നത്? നജഅൽഹുമാ തഹത അഖദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. ഞങ്ങളെ കാൽപാദങ്ങൾക്കടിയിലിട്ട് അവരെ ഒന്ന് ചവിട്ടി മെതിക്കട്ടെ എന്ന് ആവശ്യപ്പെടുന്ന സാഹചര്യം വരാതിരിക്കണമെങ്കിൽ നമ്മുടെ മക്കൾ നമ്മളെ കാലിന്റെ അടിയിലിട്ട് ചവിട്ടി മെതിക്കാൻ പടച്ച റബ്ബിനോട് നാളെ ആഖിറത്തിൽ ആവശ്യപ്പെടാതിരിക്കണമെങ്കിൽ മരണത്തിന് മുമ്പുള്ള ഈ ജീവിതത്തിൽ കൃത്യമായി നമ്മുടെ മക്കളെ ദീനിന്റെ വഴിയിലേക്ക് ആത്മാർത്ഥമായി അടുപ്പിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മക്കളോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ കലാമിലൂടെ ആവശ്യപ്പെടുന്നത് ആ മക്കളെ ഭീകരമായ നരകാഗ്നിയിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തഹ്രീമിലൂടെ മുഴുവൻ വിശ്വാസികളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെ, ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, സ്വന്തം ശരീരങ്ങളെയും കുടുംബാംഗങ്ങളെയും നിങ്ങൾ നരകത്തിൽ നിന്നും കാത്തുകൊള്ളണേ. വഖൂദുഹന്നാസു വൽ ഹിജാറ, അതിന്റെ ഇന്ധനം എന്ന് പറയുന്നത് മനുഷ്യരും പാറക്കല്ലുകളുമാണ്. അലൈഹാ മലായികത്തുൻ ഗിലാലുൻ ശിദാദ്, കഠിന ഹൃദയരായ പരുഷ സ്വഭാവക്കാരായ കാവൽ ഭടന്മാരാണ്, മാലാഖമാരാണ് അതിന്റെ കാവൽ ഭടന്മാരായിട്ടുള്ളത്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിക്കുന്നത് ആ കൽപ്പനകൾ കൃത്യമായി നിർവഹിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കാത്തവരാണ് അവർ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, സ്വന്തം ശരീരങ്ങളെയും കുടുംബാംഗങ്ങളെയും നരകത്തിൽ നിന്നും നിങ്ങൾ കാത്തുകൊള്ളണേ. പ്രിയപ്പെട്ടവരെ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്താ? തീക്കനൽ കൊണ്ടുള്ള ചെരുപ്പ് ധരിക്കാൻ തരലാണ്. ആ ചെരുപ്പ് ധരിച്ചാലോ ശരീരത്തിന്റെ ആന്തരികാവയവങ്ങൾ വരെ ഉരുകി ഒലിച്ചു പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിസ്സാരമായ ദുനിയാവിലെ ചൂട് പോലും താങ്ങാൻ കഴിയാത്ത നമുക്ക് നരകത്തിലെ ഭീകരമായ ശിക്ഷ എങ്ങനെയാണ് താങ്ങാൻ കഴിയുക? നരകത്തിൽ നിന്നും ഉയർന്നു പൊങ്ങുന്ന ഒരു തീപ്പൊരിയുടെ വലുപ്പം ഖുർആൻ പഠിപ്പിക്കുകയാണ്. കഅന്നഹു ജിമാലത്തുൻ സുഫർ, മഞ്ഞ നിറത്തിലുള്ള ഒട്ടകത്തോളം വലുപ്പമുണ്ട് നരകത്തിൽ നിന്നും ഉയർന്നു പൊങ്ങുന്ന ഒരു തീപ്പൊരി. പ്രിയപ്പെട്ടവരെ, അത്രമേൽ വലിയ തീപ്പൊരികൾ ഉയർന്നു പൊങ്ങാൻ നരകത്തിലെ ഇന്ധനമായി ഖുർആൻ പരിചയപ്പെടുത്തിയത് അന്നാസു വൽ ഹിജാറ, മനുഷ്യരും പാറക്കല്ലുകളുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ നാളെ നരകത്തിന്റെ വിറകുകളായി, ഇന്ധനങ്ങളായി മാറാതിരിക്കണമെങ്കിൽ കൃത്യമായി ദീനിന്റെ വഴിയിലേക്ക് ആത്മാർത്ഥമായി നിരന്തരമായി ക്ഷണിച്ചേ മതിയാകൂ. എല്ലാ അർത്ഥത്തിലും തിന്മകളിലേക്ക് മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന, തിന്മ അവരെ കെണിയിൽ അകപ്പെടുത്താൻ ധാരാളം സംഘങ്ങൾ പ്രവർത്തിക്കുകയാണ്. ലഹരി മാഫിയകളാണെങ്കിലും അല്ലാത്ത രൂപത്തിലാണെങ്കിലും
എല്ലാ വിധത്തിലുള്ള തിന്മകളിലേക്കും എത്തിപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മക്കളുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൃത്യമായി അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം, പരലോക ബോധം നമ്മുടെ മക്കളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ ആഴ്ത്തിയിറക്കുന്നില്ല എങ്കിൽ ആ മക്കൾ മുഖേന ഇഹലോകത്തും പരലോകത്തും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളൊക്കെ ആ നിലക്ക് നമ്മുടെ നാടുകളിൽ സജീവമായി ദഅ്വാ പ്രവർത്തനങ്ങളും ഇതുപോലെയുള്ള കുടുംബ സംഗമങ്ങളും പൊതുപ്രഭാഷണങ്ങളും ഒക്കെ നിരന്തരമായി നമ്മൾ നടത്തുക. ആരും പുറകെ വന്ന് പരിപാടി നടത്തല്ലേ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. സ്വയം മുന്നോട്ട് വന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ നാടുകളിൽ പ്രോഗ്രാമുകൾ നടക്കേണ്ടതുണ്ട്, നിരന്തരമായ പരിപാടികൾ, ദഅ്വാ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് എന്ന കൃത്യമായ ആഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബിന്റെ ദീനിന്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി പണിയെടുക്കുവാനുള്ള മനസ്സും തൗഫീക്കും നമുക്ക് ഏവർക്കും പ്രധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള ഞങ്ങളുടെ ഒരു പരിശ്രമം വലിയൊരു സൽക്രമമായി അല്ലാഹുവേ നീ ഞങ്ങളിൽ നിന്നും ഖബൂൽ ചെയ്യണമേ റഹ്മാനേ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.